ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് വിത്ത് കാത്തു. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഒരു കട്ടി പിടിച്ചതുപോലെ തിക്കായിട്ടിരിക്കും, പക്ഷേ കുഴപ്പമില്ല, അതൊന്ന് മെൽറ്റായി കിട്ടണം. നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വേണം ഇതിന് കിട്ടേണ്ടത്, എന്നാലും നമ്മുടെ ആ കേക്കിനും ആ ഒരു കളർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരണം. ഈ കേക്ക് നമുക്ക് മിക്സി ഉപയോഗിച്ച് മിക്സി ഇല്ലാതെയും ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറിൽ ഇതിവിടെ കിട്ടണം. നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് കട്ടി പിടിച്ചതുപോലെ വരും, പക്ഷേ ആ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അതെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇപ്പോൾ എല്ലാം എന്താ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതിൽ കിടന്നൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെറിയും കുറച്ച് കാഷ്നട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. അതിലോട്ട് മൈദ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അത്രയും കേക്കിൻ്റെ അടിയിൽ പോയി കരിഞ്ഞു പോകും. ഇതാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടും. ഇനി ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതേപോലെ സ്റ്റാർ പോലുള്ള ഇതില്ലേ, അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു പട്ട, പിന്നെ ജാതിക്കയുടെ മറ്റേ തൊലിയാണ് അത്, പിന്നെ ഏലക്കയുടെ അകത്തുള്ള ആ ഒരു സംഭവം, പിന്നെ 3 ഗ്രാമ്പും ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പ്ലം കേക്കിന് അതൊക്കെ ചേർക്കും. ഇനി 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൽ ബട്ടർ പേപ്പറും ഓയിലും വെച്ച് ഗ്രീസ് ചെയ്തെടുത്തതാണ്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കേക്ക് നമുക്ക് ബീറ്റർ ഇല്ലാതെയും ചെയ്യാം. ഇനി ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് അടിച്ചാൽ മതി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ. കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ എന്താ നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റിബൺ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൈദയിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കിസ്മിസും കാഷ്നട്ടൊക്കെ ഇട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റാണ് ഞാൻ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവൻ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ഡേറ്റ്സ് കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണേ. ഇപ്പോൾ ഞാൻ ഓവൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഒരു 30 മിനിറ്റ് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം എന്താ ഇവിടെ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കാണ്. 10 മിനിറ്റും ഓവൻ മുമ്പേ പ്രീഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ കേക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓവൻ ഇല്ലാതെയും ഈ കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഇനി നമുക്ക് മിക്സിയും ഉപയോഗിച്ച് ഈ കേക്ക് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ബീറ്റർ എടുത്തതേ ഉള്ളൂ. മിക്സി ഉപയോഗിച്ച് ഈ കേക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ മധുരമൊക്കെ എല്ലാവരുടെയും ആവശ്യാനുസരണം ഇടാം. ഞാൻ ഇവിടെ 3/4 കപ്പ് മധുരം ഇട്ടതേ ഉള്ളൂ. അപ്പം മധുരം അത്രയും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇടാം.
അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.